ഹായ്, എൻ്റെ പേര് വിപിൻ. വെൽക്കം ടു അവർ ചാനൽ അവിയൽ പ്ലാനറ്റ്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് കൂടിയിട്ട് തുടങ്ങുകയാണ്. അവിയൽ പ്ലാനറ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നതും ഒരു അവിയൽ റെസിപ്പി തന്നെയാണ്. വെറും അവിയലല്ല, 2 പച്ചക്കറി മാത്രം കൊണ്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി അവിയലാണ്. അച്ഛൻ്റെ റെസിപ്പിയിൽ അമ്മയുടെ കുക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. ഇപ്പോൾ പച്ചക്കറി കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണല്ലോ. അധികം പച്ചക്കറി ഒന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള അവിയൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മളിതാ 2 പച്ചക്കറി മാത്രം, 2 പാവയ്ക്കയും പിന്നെ ഒരു വെള്ളരിക്കയുടെ പകുതി കഷ്ണവും ഉപയോഗിച്ചുകൊണ്ട് ടേസ്റ്റി അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. അമ്മ, നമ്മൾ സാധാരണ അവിയലിന് മുറിക്കുന്ന പോലെ തന്നെ മുറിച്ചാൽ പോരെ? അതെ, സാധാരണ നമ്മൾ അവിയലിനെ അരിയുന്ന മാതിരി കനം കുറച്ച് നീളത്തിൽ വേണം അരിയാൻ. ആദ്യം നമുക്ക് വെള്ളരിക്ക കനം കുറച്ച് നീളത്തിൽ അരിയാം. പിന്നെ നമുക്കിനി അതേപോലെ തന്നെ പാവയ്ക്കയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി കുറച്ച് 2-3 പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 3 എടുത്തിട്ടുള്ളൂ. പിന്നെ എരിവ് കുറഞ്ഞതാണെങ്കിൽ കുറച്ച് ഒരു 2-3 കൂടി കൂടുതലെടുക്കാം. അതും പാവയ്ക്കൊക്കെ അരിഞ്ഞ പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടത് ആദ്യം നമുക്ക് തേങ്ങ, ഒരു വലിയൊരു മുറി തേങ്ങയാണ് ഇതിനെടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, കടുക്, കറിവേപ്പില ആണ് ഇതിന് നമ്മൾ ചേരുവയായിട്ട് എടുക്കുന്നത്. ഇത് നമുക്കിനി ഇതിൽ നിന്ന് ചതച്ചെടുക്കണം. എല്ലാവരും ഇപ്പോൾ അരവലൊന്നും എവിടെ ഉണ്ടാവില്ല, എല്ലാവരുടെ വീട്ടിലും മിക്സിയൊക്കെയാണ്. അപ്പോൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇത് നല്ലതുപോലെ അരഞ്ഞു പോകാതെ നോക്കണം. പിന്നെ ഞാനിത് അരകല്ലിലാണ് ചതച്ചെടുക്കുന്നത്. നമ്മുടെ അരപ്പുകളെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇത് പാകം ചെയ്യാം. ഇതിൽ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കണം. അച്ഛൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഈ അവിയൽ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ റെസിപ്പിയാണിത്. കഷ്ണങ്ങൾ ഒരു പകുതി വെന്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി മൂടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി അത് കഷ്ണങ്ങൾ വേകാൻ വേണ്ടി വെക്കണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൽ പച്ചക്കടുവും കറിവേപ്പിലയും ചതച്ചതും ചേർക്കുന്നില്ല. മറ്റുള്ള ചേരുവകളാണ് ആദ്യം ചേർക്കുന്നത്. അത് ചേർത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി ഒന്നും കൂടി ഇത് അടച്ചു വയ്ക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ചു വയ്ക്കുന്നത്. നമ്മൾ തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് ഒന്നും വെള്ളമില്ലാതെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ അരച്ച പച്ചക്കടുവും കറിവേപ്പിലയും ചതച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കുക.
അത് ചേർത്ത് നല്ലപോലെ നമ്മൾ ഇളക്കി എല്ലാം യോജിപ്പിച്ച് കഷ്ണം അവിയലൊക്കെ നല്ല പരുവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര്, കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില തണ്ടും ഇങ്ങനെ ഊരിയിട്ട് അതിലേക്ക് നല്ലപോലെ വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കിയാൽ നല്ല രുചികരമായ അവിയൽ തയ്യാർ. അടിപൊളിയായിട്ടുണ്ട്. പാവയ്ക്കായതുകൊണ്ടേ അതിൻ്റെ കയ്പുണ്ടാവുന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അറിയണില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം. ബൈ.